എൻ്റെ ലൈഫെന്ന് പറയുന്നത് ഞാനും ദൈവമാണ്. പിന്നെ മാനവസേവ മാധവസേവയിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കണം, ജനങ്ങളെ കഷ്ടപ്പെടുന്നവരോടൊപ്പം നിൽക്കണം, പാവപ്പെട്ട ആൾക്കാരെ കൂടുതൽ സഹായിക്കണം, അതിന് കൂടുതൽ സാമ്പത്തിക വരുമാനമുള്ളൊരു ജോലി വേണം. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ബിഗ് ബോസിലൂടെ എനിക്ക് ഓപ്പണായി കിട്ടിയ ഒരു മീഡിയമാണ്. അപ്പം വലിയ വലിയ ബാനറുകൾക്ക് എനിക്ക് വേഷങ്ങൾ അവസരങ്ങൾ തരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്യാനും നല്ല രീതിയിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനും അത് സമൂഹത്തിലെ ഒരുപാട് പേരെ കൂടെ സഹായിക്കാനും പറ്റും. ഞാൻ പൈസ പിരിച്ചിട്ടല്ല ചാരിറ്റി ചെയ്യുന്നത്, ഞാൻ പണി ചെയ്ത് കിട്ടുന്നതിൽ നിന്നും നല്ലൊരു വിധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്. ആരോടും നമ്മൾ ചതിച്ചോ ദ്രോഹിച്ചോ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന അത് പലരും പറയാറുണ്ട്, ബിഗ് ബോസിൽ പോയത് അബദ്ധമായി, ബിഗ് ബോസിൽ പോയത് മണ്ടത്തരമായി പോയി, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ബിഗ് ബോസിൽ പോയതെന്നൊക്കെ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിറങ്ങുന്ന 99% അല്ലെങ്കിൽ 95%-ലധികം വരുന്നവർക്കും പിന്നെ പരാജയങ്ങളാണ് വരിക. കാരണം അവരെന്താണ് റിയൽ ക്യാരക്ടറെന്ന് ലോകം കാണും അല്ലേ. അപ്പോൾ പുറത്തിറങ്ങുമ്പം ഭയങ്കര നെഗറ്റീവാണ് ഉണ്ടാകും. ഞാൻ പക്ഷേ ബിഗ് ബോസിൽ കയറുന്നത് നെഗറ്റീവോടെയാണ് കയറുന്നത്. ചാനൽ ചർച്ചകളിലൂടെ എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട് കയറിയതാണ്. ബിഗ് ബോസ് ഷോ എനിക്ക് പോസിറ്റീവായിട്ട് മാറി. എവിടെ ചെന്നാലും എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഒരുപാടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ മെമ്പേഴ്സ് ഇല്ല എന്നുള്ള ദുഃഖവും കുറവും എനിക്കുണ്ടാവാറില്ല. ഇപ്പോൾ ഈ വയ്യാതെ കിടന്നപ്പോഴും ഒരുപാട് നാട്ടുകാർ എന്നെ സഹായിച്ചു. അപ്പോൾ എൻ്റെ അയൽവക്കക്കാർ, നാട്ടുകാർ എവിടെ ചെന്നാലും എന്നെ കൈപിടിച്ച് കയറ്റാൻ, ഇപ്പോൾ തന്നെ ഞാൻ ഈ കൊണ്ടി വന്നപ്പോഴും തിയേറ്ററിൽ പിടിച്ച് കയറ്റാൻ ഒരുപാട് ആൾക്കാരാണ് ഓടി വന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം സഹകരണം എക്കാലം ഉണ്ടാകും. പ്രേക്ഷകരെ, ജനങ്ങളെ ഒരിക്കലും ഞാൻ ചതിക്കുകയോ പറ്റിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യത്തില്ല. അത് എൻ്റെ ഉറച്ച വാക്കാണ്. അതെ കാരണം ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് മത്സരാർത്ഥിയായിട്ട് പോയി, 2 ഗസ്റ്റായിട്ട് 4 ദിവസത്തെ ഒരു ഷോയിലോട്ട് പോയി. അത് കൊണ്ട് ഓരോ മത്സരാർത്ഥികളും ചിന്തിക്കുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഇവർ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് സാധാ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ നെവിനെയാണ്. അത് ഞാൻ ഏറ്റവും അവസാനം എത്തിച്ചേർന്നതാണ്. 50ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടെത്തിയതാണ്. ഇത് ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ. കാരണം എല്ലാവർക്കും ഒരു മൂടുപടം ഉണ്ടാവും, എല്ലാവർക്കും ഒരു മാസ്ക് ഉണ്ടാവും. അപ്പം ഏറ്റവും കുറച്ച് മാസ്ക് ഇട്ടേക്കുന്ന ആൾ വിന്നറാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാവരും കള്ളം പറയുന്നതാണെന്ന് വിചാരിച്ചു. അപ്പം സ്വർഗം എന്ന് പറയുന്നത് സത്യം പറയുന്നവർക്കേ ഉള്ളൂ എങ്കിൽ സത്യം പറയുന്ന ആരും ഇല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഏറ്റവും കുറച്ച് കള്ളം പറഞ്ഞ ആൾ ആദ്യം കയറട്ടെ. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് മാസ്ക് ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ മാസ്കോടെയെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ജനങ്ങളെ പറ്റിക്കാതെ ഏറ്റവും നന്നായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന, എൻ്റർടൈനറായിട്ടുള്ള, ഗെയിമറായിട്ടുള്ള, എല്ലാ റിസ്കുകളും എടുത്ത് കളിക്കുന്ന ആ ഷോയോട് നീതി പുലർത്തിക്കൊണ്ട് ഇത്രയും ദിവസം കൊണ്ടും ബിഗ് ബോസ് സീസൺ 7 ബിഗ് ബോസ് ഹൗസിന് ചലനം ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ അതിനകത്തുള്ളൂ. ജനങ്ങളെ പറ്റിക്കാതെ ചലനം സൃഷ്ടിച്ചിട്ടുള്ള, ജനങ്ങൾ കുറ്റം പറയാനാണെങ്കിലും എപ്പോഴും നെവിനായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരുപാട് ജനങ്ങൾക്ക് നെവിന് സപ്പോർട്ടാണ്. കാരണം മുൻനിര പലരും നെവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നെവിന് വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെവിൻ ഇതൊന്നും അറിയുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ നമുക്ക് അറിയ പോലും ഇല്ല. അതാണ്.